ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നടക്കുന്ന മാസീവായിട്ടുള്ള ഡീപ്പോർട്ടേഷൻ, ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തവരെ കൈകാലുകൾ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു എന്ന ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ന്യായീകരണം. പക്ഷേ അത് കൃത്യമായിട്ട് ചില ഫോട്ടോ അതേപോലെ വീഡിയോകളിലൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം, അത്തരത്തിൽ സംഭവിച്ചിരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമേരിക്ക ഇതിനെ എത്ര ഗൗരവതരമായിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന്. ഇത്തരം ഡീപ്പോർട്ടേഷൻസ് ഇപ്പോൾ ഗൾഫിലൊക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഓരോ വർഷവും ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്ന, ഇവിടുത്തെ ഡിറ്റൻഷൻ സെൻറ്ററുകളിൽ പിടിച്ചു വച്ചിരിക്കുന്ന ആളുകളെ ഇതേപോലെ വലിയ തോതിൽ ഇവിടുത്തെ എംബസികളെയും മറ്റുമൊക്കെ ആശ്രയിച്ചുകൊണ്ട് അവരൊരിക്കലും ഇപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇവരിതിന് പൈസ ചിലവാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചിലവിൽ, ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ചിലവിൽ അത് ചെയ്യാറില്ല. എംബസികളെയും മറ്റും ഈ തരത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് സന്നദ്ധ സംഘടനകളുടെ കയ്യിൽ നിന്നൊക്കെ മറ്റോ കാശൊക്കെ തരപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ടിക്കറ്റുകൾ എടുക്കുന്നതും ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം തന്നെ. അപ്പോൾ നിയമപരമല്ലാതെ ഒരു രാജ്യത്ത് തങ്ങുന്ന ഒരു ആൾക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ കുറ്റകരമായ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആ രാജ്യത്തിൻ്റെ നിയമസംഹിതയെ അല്ലെങ്കിൽ അവിടുത്തെ നിയമത്തെയൊക്കെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അവിടെ ഒരു പറ്റിപ്പിടിക്കുന്ന പരാഗങ്ങളാകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ രാജ്യവും അവിടുത്തെ നിയമങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ അവിടെ എത്തപ്പെടുന്ന ആളുകൾക്കും അവിടെ ഏതെങ്കിലും തരത്തിൽ ബന്ധുത്വം മൂലമോ മറ്റോ ഒക്കെയുള്ള പൗരത്വ സാധ്യതകൾക്ക് വില കൽപ്പിക്കുന്ന യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ വളരെയേറെ പ്രശംസനീയമായ പൗരത്വ സിദ്ധാന്തങ്ങൾ നടപ്പിൽ വരുത്തുന്ന രാജ്യങ്ങളാണ്. അവരൊന്നും അഭയാർത്ഥികൾക്ക് പോലും മുന്നിൽ വാതിൽ കൊട്ടിയടക്കാത്ത രാജ്യങ്ങളാണ്. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആവാം ഈ അഭയാർത്ഥികൾക്ക് മുന്നിൽ പലപ്പോഴും വാതിൽ കൊട്ടിയടക്കപ്പെടുന്ന തരം ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഒരിക്കലും ആ തരത്തിൽ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയാത്ത തരത്തിൽ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്ന ഒരു കർമ്മം കൂടി ഇവിടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഒരു വലിയ വിഷയം, ഗുരുതരമായ വിഷയം എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക പോലുള്ളൊരു രാജ്യത്ത് കുടിയേറുക, അത് നിയമാനുസൃതമല്ലാതെ കുടിയേറുക, മെക്സിക്കോ വഴിയും കാനഡ വഴിയും അവിടെയുള്ള വനാന്തരങ്ങൾ വഴിയുമൊക്കെ, അതായത് അതിർത്തികളിലുള്ള വനാന്തരങ്ങളിലൂടെയൊക്കെ ദിവസങ്ങളോളമുള്ള അതികഠിനമായ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങൾ നയിക്കുന്ന സംഘങ്ങളോടൊപ്പം യാത്ര ചെയ്യുക, അമേരിക്കയിലേക്ക് എങ്ങനെയെങ്കിലും കടന്നുകൂടുക, അതിനുശേഷം അവിടെ വിധ്വംസക പ്രവർത്തനങ്ങളും പിടിച്ചുപറിയും കൊള്ളയും കൊലയും നടത്തുക. ഇത്തരത്തിൽ യാതൊരു തരത്തിലും ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സുകൾക്ക് വിധേയരാവാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതിലധികവും കാരണം ഈ കുറ്റകൃത്യങ്ങൾ, അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകളെ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ചർച്ച, അവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയോ അവരുടെ നിയമസംഹിതയെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങോട്ട് വേലി ചാടി മതിൽ ചാടി എത്തിയ ടീമുകളെ കയ്യാമം വെച്ച് നാട്ടിൽ അതായത് ഇപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ കൃത്യമായി ഇന്ത്യയിൽ തന്നെ കൃത്യമായി എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായി പാലിച്ച ആ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞു കയറ്റക്കാർ യാതൊരു തരത്തിലുള്ള കാരുണ്യമോ ഒന്നും തന്നെയോ അർഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ലോകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ വളരെയേറെ അപകടകരമായ രീതിയിലാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ മതാന്ധത കൊണ്ട് കണ്ടു കാണാത്ത, അവരുടെ പ്രവൃത്തികൾ എന്താണെന്ന് അവർക്ക് പോലും തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത കൊച്ചു കുട്ടികളെ പോലും ചെയ്യുന്ന തരത്തിലുള്ള
പ്രവർത്തികളിൽ ഏർപ്പെടുന്ന മതഭീകരന്മാർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൃത്യമായി കയ്യാമം വെച്ച് നാട്ടിലേക്ക് അയക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം. അമേരിക്ക ഒന്നും ആ ഒരു കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കുന്നില്ല. ഇപ്പോൾ once I find out what's happening with my colleagues in relation to the question, then I'll sit and have a wee chat with you and we'll establish if they were working here or not. Okay. വളരെ മാസീവായിട്ടുള്ള എന്താ പറയുക ഡിപ്പോർട്ടേഷൻ സംവിധാനങ്ങളും സിസ്റ്റവും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റുക. കാരണം അമേരിക്കയിലും ഫ്രാൻസിലും UK-യിലും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ കൃത്യമായി പിടികൂടുകയും അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഗുരുതരമാണെങ്കിൽ ഏറ്റവും ആദ്യവും അതല്ലെങ്കിൽ അല്പസമയങ്ങൾക്ക് ശേഷവുമൊക്കെ കൃത്യമായി അവർ തിരിച്ചയക്കും ഓരോ രാജ്യത്തേക്കും. അത് ഇന്ത്യക്കാരെ മാത്രമല്ല, അമേരിക്കയുടെ അതിർത്തി രാജ്യങ്ങളായ മെക്സിക്കോ, കൊളംബിയ, ഗോട്ടിമാല തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ. ഇനി അങ്ങനെ തിരിച്ച് അവരെ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം കുറ്റവാളികളാണ് ഞങ്ങളുടെ രാജ്യത്തേക്ക് കുറ്റവാളികളെ തിരിച്ച് കൊണ്ടുവരേണ്ടതില്ല എന്ന് കരുതുന്ന രാജ്യങ്ങൾ പോലുമുണ്ട്. അപ്പോൾ അതിനും അമേരിക്ക സംവിധാനങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അവരുടെ സൗഹൃദ രാജ്യമായ എൽ സാൽവദോർ എന്ന ആ ഒരു രാജ്യം ഒരു ഫീസ് നിശ്ചയിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് ഈ പറയുന്ന കുറ്റവാളികളായ അഭയാർത്ഥികൾ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനലുകളായിട്ടുള്ള വേലിചാടി വന്ന ആളുകളെ മുഴുവൻ എൽ സാൽവദോറിലേക്ക് എത്തിക്കുകയും അവിടുത്തെ കാരാഗ്രഹങ്ങളിൽ അമേരിക്കയുടെ ചിലവിൽ അവർ എൽ സാൽവദോർ എന്ന രാജ്യം തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൂടി അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ കളി കൈവിട്ട് പോയിട്ടുണ്ട്. എന്തായാലും നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ളതെല്ലാം കുറ്റകരമായ ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് ലോകം. ഇത്തരത്തിൽ ഉറപ്പിക്കുന്നതിലൂടെ അല്ലാതെ ഓരോ രാജ്യത്തിനും അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനാവുക. അപ്പം ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെയൊന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയില്ല എന്ന് മാത്രം പറയുന്നു. ഈ വീഡിയോയുടെ കൂടെയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തും.